ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഇന്ന് കുറച്ച് താമസിച്ചാട്ടെ എഴുന്നേറ്റിരിക്കുന്നത്. കാരണം മാളുവിന് ഇന്ന് സ്റ്റഡി ലീവാണ്. അപ്പം മാള് പോയിട്ടില്ല. മാള് പോകുന്ന ദിവസമാണെങ്കിൽ നമ്മൾ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ കഴിയും. അപ്പോൾ അത്ര നേരത്തെ തന്നെ നമ്മൾ എണീക്കും. പക്ഷേ ഇന്നിപ്പോൾ മാളുവിന് പോകണ്ടാത്തതുകൊണ്ട് താമസിച്ചാണ് എണീറ്റത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ആകുന്നേ ഉള്ളൂ. മാള് എണീറ്റിട്ടുണ്ട്, മാള് പഠിക്കണു. അനീഷേട്ടൻ എണീറ്റ് ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ദോശയ്ക്കായിരുന്നു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ദോശ സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്ന ദിവസം അനീഷേട്ടന് ഇഡ്ഡലി വേണം, മാളുവിന് നെയ് റോസ്റ്റ് പോലെ വേണം, അങ്ങനെയൊക്കെ ഡിമാൻഡ് പറയാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്താണ്, രണ്ടുപേരും ഒരുപോലെയാണ് പറഞ്ഞേക്കുന്നത്. രണ്ടുപേർക്കും തട്ട് ദോശ പോലെ മതി എന്ന് പറഞ്ഞ് പിന്നെ ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ തട്ട് ദോശ പോലെയാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറായിരുന്നു കറിക്കുണ്ടായിരുന്നു. സാമ്പാർ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ മാത്രമേ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ പോണ സമയമാകുമ്പോഴത്തേനും ദോശ ചുട്ടാൽ മതിയല്ലോ. നമ്മൾ ആള് പഠിക്കണതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് മാളിന് ദോശ ചുടണത്, ചപ്പാത്തി ചുടണത് അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വന്ന് അതൊക്കെ ചെയ്യും കേട്ടോ നമ്മുടെ കൂട്ടത്തിലിരുന്ന്. അങ്ങനെ ദോശ ചുട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോകാത്ത ദിവസം പെട്ടെന്നായിട്ട് സമയം പോകുന്നത്. കാരണം ഒന്ന് നമ്മൾ താമസിച്ച് എഴുന്നേൽക്കണത്, പിന്നെ മാളും ഉണ്ടല്ലോ എപ്പോഴും വർത്തമാനം പറയാനും വിളിക്കാനും. മാളും പിന്നെ വീട്ടിലിടുങ്ങി അലാറം പോലെ 5 മിനിറ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം പോണത് അറിയത്തേ ഇല്ല. മൊത്തത്തിലൊരു അനക്കം കാണാൻ കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. മറ്റേത് മാള് നേരത്തെ പോവില്ലേ, പിന്നെ ഞാനും അനീഷേട്ടനും ഉള്ളൂല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ മാളും ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മാളും കൂടെ ഉണ്ട്. ഇപ്പം മാളുവിന് മൊത്തം സ്റ്റഡി ലീവായിട്ട് വീട്ടിലിരിക്കുന്ന ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അലാറിനുണ്ടാവും. പഠിച്ച് കഴിഞ്ഞിട്ട് വിളിക്കും, പഠിച്ച് കഴിയുമ്പോൾ കേൾപ്പിക്കാൻ വിളിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ. അനീഷേട്ടൻ റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അനീഷേട്ടൻ ഓഫീസിൽ പോകാൻ റെഡിയായി കഴിച്ചിട്ട് അങ്ങ് പോകുന്നത്. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയാൽ മതി, ഓഫീസിൽ താഴെ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകാമല്ലോ. ആ സമയമാകുമ്പോഴത്തേനായിട്ട് റെഡി ആവുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അനീഷേട്ടൻ പോകാനിറങ്ങി എല്ലാവർക്കും ഉമ്മയൊക്കെ തന്നിട്ടാണ് പോണേ. മാളും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ്. ഉച്ചത്തേക്ക് ഇനി ചോറ് കുക്കറിലാട്ട് ഇടുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി കഴുകിയിടും, പിന്നെ ഒരു വിസിലടിപ്പിക്കും. എന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്യാസ് പോയി കഴിയുമ്പോൾ പിന്നെ ഒരു പ്രാവശ്യം വിസിലടിപ്പിക്കട്ടെ. എന്നാലാണ് അനീഷേട്ടൻ്റെ പാകത്തിന്. അച്ഛനും മൂക്കും നല്ലോണം വേവണം. അപ്പോൾ ആ പാകത്തിലേക്ക് ഇട്ടുള്ളൂ. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലത്തെ പയർ തോരൻ ബാലൻസ് ഉണ്ടായിരുന്നു, കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കുറേശ്ശെ കറികൾ ഉണ്ടായിരുന്നു. ഇനി ചിക്കൻ്റെ കാര്യം കൂടെ നോക്കിയാൽ മതി. ചിക്കൻ കുറച്ച് ഒന്നിച്ച് ഉണ്ടാക്കില്ല കേട്ടോ, മേടിച്ചാൽ ഞാൻ കുറേശ്ശേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ മാളുവിന് ജലദോഷം മാറാത്തതുകൊണ്ട് എന്നും കുറച്ച് ആവി പിടിപ്പിക്കും കേട്ടോ. പിന്നെ ഇച്ചിരി മൂക്കടപ്പൊക്കെ ഉണ്ട്, അത് കാരണം ആവി പിടിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് മാളും ആവി പിടിച്ചോളും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ആവി പിടിക്കുമ്പോൾ മൂക്കങ്ങ് തുറക്കും. എപ്പോഴും മൂക്കടപ്പാട്ടോ, അത് അലർജിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് ചുമയുണ്ട്. അപ്പോൾ അതൊന്ന് തീർത്ത് മാറണ വരെ കുറച്ച് ഇഞ്ചി, മഞ്ഞളും കുരുമുളക് ഒക്കെ ഇട്ട് ഒരു ചെറിയൊരു ചുക്ക് കാപ്പി പോലെ ഉണ്ടാക്കി കൊടുക്കട്ടെ. അത് കഴിക്കുമ്പോൾ ശരിക്കും കഫം ഇളകി പോകും. ഇങ്ങനെ കുരുമുളകും കുറച്ച് പിന്നെ പനങ്കൽക്കണ്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു. പനങ്കൽക്കണ്ടം കൂടെ ഇട്ട് ഇവളെ ശരിക്കും അങ്ങ് തിളപ്പിച്ചിട്ട് മാറ്റി അങ്ങ് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ആശ്വാസം കൊച്ചിന്. അങ്ങനെ പിന്നെ ഇനി അത് തിളപ്പിച്ച് എടുത്തു വെച്ചതിന് ശേഷം ചിക്കൻ മസാല തിരുമ്മി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചിക്കൻ ഒരു പെരട്ട് പോലെ ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞി തിളച്ച് കഴിയുമ്പോൾ ഒന്നോടെ തിളപ്പിച്ച് ഊറ്റി കിട്ടും, അല്ലെങ്കിൽ കുക്കറിൽ വെക്കുന്ന ആ ഒരു പശുപ്പുണ്ടാകത്തില്ലേ. അപ്പോൾ കഞ്ഞി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാല ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് സവാള വാട്ടി ഒരു പെരട്ട് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു പെരട്ട് ചാറ് കറിക്ക് സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ മസാല പറ്റി വെച്ചപ്പോഴത്തേനും കഞ്ഞി വെഞ്ഞിട്ടുണ്ടായി. കഞ്ഞി ഊറ്റി വെച്ചു. പിന്നെ ചെറുതായിട്ട് സവാള ഒന്ന് വാട്ടി ബാക്കി മസാല എല്ലാം കൂടെ ചേർത്ത് ചിക്കൻ പുരട്ടി വെച്ചായിരുന്നു. അപ്പോൾ സവാളയും ചെറുതായിട്ടൊന്ന് വാട്ടി ആ ചിക്കനും കൂടെ അങ്ങ് ഇട്ട് ഇങ്ങനെ മൂടി വെച്ച് നല്ലോണം
ഫ്രൈ പോലെയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത പോലെ ആവില്ല, എന്നാൽ നല്ലൊരു റോസ്റ്റ് പോലെ കിട്ടും കേട്ടോ. പിന്നെ തുണിയൊക്കെ മടക്കി എടുക്കാനുണ്ടായിരുന്നു. ഈ ചിക്കൻ്റെ മണം എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകുമല്ലോ, അപ്പോൾ തുണിയിൽ പിടിക്കാതിരിക്കാൻ വേഗം തുണി തന്നെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അലക്കാനിട്ടു, കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. കുറച്ച് തുണിയാണ് നമുക്ക് അലക്കിയിടാൻ സൗകര്യമുള്ളതുകൊണ്ട് എന്നും തുണി ഡെയിലി അലക്കണം കേട്ടോ, അല്ലെങ്കിൽ പെൻഡിങ് ആയിപ്പോവും. അപ്പോൾ ഡെയിലി മുടങ്ങാതെ തുണി അലക്കിയിടും കേട്ടോ, അല്ലെങ്കിൽ ഉണങ്ങിയും കിട്ടാൻ പാടാം, കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പണിയും കഴിഞ്ഞപ്പോഴത്തേനും അലക്കാനിടലും തുണി മടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി പെട്ടെന്ന് കഴിഞ്ഞു. മാളൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൻസർ കേൾക്കാനും പിന്നെ ഇടയ്ക്ക് മാളൂൻ്റെ അടുത്ത് പോയിരിക്കണൊക്കെ കാരണം പെട്ടെന്നൊന്ന് സമയം പോയി. നമ്മളെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേനും തുണി അലക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തുണി അലക്കി കിടന്നാലും ഞാൻ കറി വെച്ചതിന് ശേഷം വിരിക്കാറുള്ളൂ കേട്ടോ, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് മണം പിടിക്കും. ഇച്ചിരി ഇടയുള്ളൂ, എക്സോസ്റ്റ് ഇടാതെ നമുക്ക് പാകം ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ തുണി വിരിക്കലും കഴിഞ്ഞു, അടുക്കളപ്പടിയും കഴിഞ്ഞു. ആ സമയമാകുമ്പോഴത്തേന് അനീഷേട്ടൻ വന്നു കേട്ടോ. അനീഷേട്ടൻ വന്നു. ഇനി നമുക്ക് ഉച്ചയൂടിൻ്റെ സമയമായി. ഇന്ന് ചടപടേന്നായിരുന്നു കേട്ടോ സമയം പോണേ. ആൾ ഏകദേശം കുറേയൊക്കെ പഠിച്ച് കഴിയാറായി. പക്ഷേ ഈ വയ്യായിക ഉള്ളതുകൊണ്ട് ആൾക്ക് മറവിയൊക്കെ വരുന്നുണ്ട്, അധികം നേരം ഇരുന്ന് പഠിക്കാനും പറ്റുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊച്ചിനും ഉണ്ട് കേട്ടോ. പഠിച്ചിട്ടിങ്ങനെ ഒത്തിരി നേരം ഇച്ചിരി നേരം ഇരിക്കുമ്പോഴത്തേനും ആൾക്ക് തലയ്ക്ക് കനം പോലെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മറന്നു പോകുന്നുണ്ട്, വയ്യാണ്ടിരുന്ന് പഠിക്കണോണ്ടാന്ന് തോന്നുന്നു. എല്ലാ പ്രാവശ്യത്തെ പോലെ അത്ര ഉഷാറായിട്ടല്ലേ ഇപ്രാവശ്യം പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കണ സമയം റെസ്റ്റ് എടുത്തിട്ട് ആൾ കുറച്ച് കഴിയുമ്പോഴത്തേനും പഠിക്കാൻ കയറും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് അധിക നേരം കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുമ്പോൾ കൊച്ചിന് നല്ല തലയ്ക്ക് ചൂടൊക്കെ വരുന്നു. ഈ കഫ കണ്ടമാനം ഇല്ല, എന്നാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാട്ടോ കൊച്ചിന് ഈ പ്രാവശ്യം മൊത്തം. ഒരു 2-3 മാസമായിട്ട് ഇതാണ്. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ചോറിൻ്റെ കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു മധുരം കഴിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ചോക്ലേറ്റൊക്കെ പതിയെ നിർത്തി. ചോക്ലേറ്റൊക്കെ തരുമ്പോൾ കൊച്ചിനൊക്കെ കൂടുതൽ ഞങ്ങൾ തിന്നുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും വണ്ണം വയ്ക്കുന്നത് പെട്ടെന്ന്. അതുകൊണ്ട് ചോക്ലേറ്റൊക്കെ നിർത്തി ഞങ്ങളിപ്പോൾ കപ്പലണ്ടി മിഠായിയൊക്കെ ആക്കി കേട്ടോ. അപ്പോൾ കപ്പലണ്ടി മിഠായി നല്ല ടേസ്റ്റ് അല്ലേ, അത് ഇടയ്ക്കിടയ്ക്ക് തിന്നും കേട്ടോ. മാളൂരും ഇഷ്ടമായിട്ടോ കപ്പലണ്ടി മിഠായി. അപ്പോൾ മാളും പതിയെ ചോക്ലേറ്റ് തീറ്റ കുറച്ചിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി മിഠായി ആകുമ്പം അത്ര ഡേഞ്ചർ അല്ലല്ലോ, ഓരോന്നൊക്കെ തിന്നുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ കപ്പലണ്ടി മിഠായിയൊക്കെ തിന്ന് വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.